ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നും എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പത്തിനൊപ്പം ഇഡ്ഡലിക്കൊപ്പം ദോശയ്ക്കൊപ്പം ഒക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വെള്ള ചമ്മന്തി റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. അതിനുശേഷം തേങ്ങയൊക്കെ തിരുമ്മി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് 2 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 3 കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ചമ്മന്തിയൊക്കെ ഇവിടെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, വെള്ള കളറിലാണ് ഈ ഒരു ചട്നി ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വെള്ള കളറ് ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തേങ്ങ തിരുമിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ള ഭാഗം മാത്രം തിരുമിയിട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയുടെ കൂട്ട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒരു തവി വെച്ചിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി തിളച്ച് വരാനായിട്ട് പാടില്ല. തിളച്ച് വരുവാണെങ്കിൽ ചമ്മന്തി പിരിഞ്ഞു പോകും. നമ്മുടെ പാലൊക്കെ പിരിഞ്ഞ് തൈരാവുന്ന ഒരവസ്ഥയല്ല, അതേപോലെ വെള്ളം വിട്ടിട്ടിരിക്കും നമ്മുടെ ചമ്മന്തി. അപ്പോൾ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ചൂടാക്കി തന്നെ എടുക്കാം. തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചമ്മന്തി പിരിഞ്ഞിരിക്കുന്നൊരവസ്ഥയിലായിരിക്കും കേട്ടോ. പാലൊക്കെ പിരിഞ്ഞതുപോലെ ആയിപ്പോകും. അപ്പോൾ നമ്മുടെ വെള്ള ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.